ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മളിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചന ശ്രവണത്തിലൂടെ എൻ്റെ ഹൃദയത്തെയും എൻ്റെ ബുദ്ധിയെയും എൻ്റെ കണ്ണുകളെയും പ്രകാശിപ്പിക്കണമേ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 18 മുതൽ 37 വരെയുള്ള തിരുവചനത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ, ശൂനേംകാരിയുടെ മകൻ രോഗാവസ്ഥയിലാവുകയും അവൻ മരിച്ച്, എന്നാൽ അവന് വേണ്ടി എലീഷ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അവന് ജീവൻ തിരിച്ചു കിട്ടുന്നതുമാണ് നമ്മൾ കാണുക. ദൈവപുരുഷനെ അവൾ ഭക്ഷണം കൊടുക്കുകയും അവൾക്ക് താമസിക്കുവാൻ ഇടം കൊടുക്കുകയും ചെയ്തതിൻ്റെ പരിണിത ഫലമായി അവൾക്ക് ദൈവം പ്രവാചകനിലൂടെ ഒരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ, ദൈവം പ്രവാചകനിലൂടെ സംസാരിച്ചു. അത് അവൾക്ക് ഒരു മകനെ ലഭിച്ചു. കുട്ടി വളർന്നു. അവൻ കൊയ്ത്തുകാരോട് കൂടെ പാടത്തായിരുന്നപ്പോൾ അവന് തലവേദന ഉണ്ടായി. അവൻ്റെ പിതാവ് അവനെ തൻ്റെ അമ്മയുടെ അടുക്കൽ എത്തിക്കുവാൻ വേണ്ടി പറഞ്ഞു. അവൻ അമ്മയുടെ അടുത്തെത്തി. ഉച്ചവരെ അവൻ അമ്മയുടെ മടിയിൽ കിടന്നു. ഉച്ചയ്ക്ക് ശേഷം അവൻ മരിച്ചു. അവൾ തൻ്റെ കുഞ്ഞിനെയും എടുത്ത് പ്രവാചകൻ കടന്നിരുന്ന മുറിയിലേക്ക് ഓടിപ്പോയി. അവൻ്റെ കിടക്കയിൽ കിടത്തി മുറി കൂട്ടി അവൾ തിരിച്ചു വന്ന് ഒരു കഴുതയെയും ഒരു ഭൃത്തിനെയും കൂട്ടി അവൾ മലമുകളിലേക്ക് പോവുകയാണ്. കാർമൽ മലമുകളിലേക്ക് പോവുകയാണ്. കാരണം അവിടെയാണ് എലീഷ വസിക്കുക. അവൾ വരുന്നത് കണ്ട് എലീഷ തൻ്റെ ഭൃത്തിനെ ഗഹസിയോട് പറഞ്ഞു, വേഗം ഇറങ്ങി ചെല്ലുക, ശൂന്യംകാരി സ്ത്രീയാണ് വരുന്നത്, അവൾക്ക് സുഖം തന്നെയല്ലെന്ന് അന്വേഷിക്കുക. അവൾ സുഖം തന്നെ എന്ന് പറഞ്ഞ് അവൾ മലമുകളിൽ വന്ന് എലീഷയെ കണ്ടപ്പോൾ, അവൾ എലീഷയുടെ കാൽക്കൽ വീണപ്പോൾ അവളെ തടയാൻ വേണ്ടി ഗഹസി തുനിഞ്ഞു. എന്നാൽ എലീഷ പറഞ്ഞു, അവളെ തടയണ്ട, അവൾ അതീവ ദുഃഖത്തിലാണ്, അതിന് കാരണം ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടില്ല. അവൾ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞു. ഉടനെ എലീഷ തൻ്റെ ഭൃത്യനായ ഗഹസിയോട് പറയുന്നുണ്ട്, നീ അരപ്പട്ട ധരിച്ച് എൻ്റെ വടിയുമായി നീ ബാലൻ്റെ അടുത്ത് ചെല്ലുക, അവൻ്റെ മൂത്തോട് ചേർത്ത് എൻ്റെ വടി വെക്കുക. ഗഹസി പുറപ്പെട്ടു. എന്നാൽ ധനികയായ ശൂന്യംകാരി സ്ത്രീ അവൾ പറഞ്ഞു, കർത്താവിനെയും അങ്ങയെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ട് പോവുകയില്ല. അവളുടെ വാക്ക് കേട്ട് എലീഷ അവളുടെ കൂടെ പോവുകയാണ്. പോയി വഴിക്ക് വെച്ച് ഗഹസിയെ കാണുന്നു. ഗഹസി പറയുന്നു, കുഞ്ഞ് ഉണർന്നില്ല. എലീഷ മുറിയിൽ ചെന്ന് കതകടച്ച് എലീഷയും ബാലനും മാത്രമായിരിക്കുന്ന ആ മുറിയിൽ അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. തുടർന്ന് അവൻ്റെ 2 കരങ്ങളും ഈ ബാലൻ്റെ കരങ്ങളോട് ചേർത്ത് പിടിച്ചു. അവൻ്റെ കണ്ണും ബാലൻ്റെ കണ്ണുകളോടും ചേർന്നിരുന്നു. അവൻ്റെ വായ ബാലൻ്റെ വായോട് ചേർന്നിരുന്ന് ബാലൻ്റെ മുകളിൽ കയറി കിടന്നു. വീണ്ടും മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. തുടർന്നും വീണ്ടും അങ്ങനെ ചെയ്തു. 7 പ്രാവശ്യം ബാലൻ തുമ്മി. അവൻ കണ്ണു തുറന്നു. ഗഹസിയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ശൂന്യംകാരി സ്ത്രീയെ വിളിക്കുക, അവളുടെ മകനെ എടുത്തുകൊണ്ട് പോകാൻ പറയുക. അവൾ വന്ന് തൻ്റെ മകനെ എടുത്തുകൊണ്ട് പോയി എലീഷയുടെ കാൽക്കൽ വീണ് അവൾ നന്ദി പറയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, മരണത്തെ അതിജീവിച്ചവനാണ് മിശിഹ. ദൈവം മരിച്ചവരെ പോലും ഉയർപ്പിക്കാൻ കഴിയുമെന്ന് പഴയ നിയമത്തിലൂടെ
പ്രവാചകന്മാരിലൂടെ നമ്മൾ കാണുകയാണ്. ഏലിയ സറാഫത്തിലെ വിധവയുടെ മകൻ മരിച്ചപ്പോൾ അവന് ജീവൻ കൊടുത്ത് വിധവയുടെ കരങ്ങളെ തിരിച്ചേൽപ്പിച്ചു. ഇപ്പോൾ എലീഷ ശൂന്യംകാരി സ്ത്രീയുടെ മകൻ മരിച്ചപ്പോൾ അവനും ജീവൻ കൊടുത്ത് ദൈവങ്ങളെ തിരിച്ചേൽപ്പിക്കുക. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മരിച്ച ലാസറിനെ ഉയർപ്പിച്ച് ഈശോ അത്ഭുതം പ്രവർത്തിക്കാൻ നമ്മൾ കാണുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, മരണത്തിൻ്റെ വക്കിലെത്തി നിൽക്കുമ്പോഴും ഡോക്ടർമാർ കൈയൊഴിയുമ്പോഴും ഇനി രക്ഷയില്ലെന്ന് പറയുമ്പോഴും നിനക്ക് രക്ഷ നൽകുവാൻ ഒരു ദൈവമുണ്ട് എന്ന് നീ മറന്നു പോകരുത്. നല്ലവനും രക്ഷകനുമായ ദൈവത്തിൻ്റെ പക്കലേക്ക് നിന്റെ കരങ്ങൾ ഉയർത്തണം, നിന്റെ ഹൃദയം ഉയർത്തണം, നിന്റെ അധരം ഉയർത്തണം. ദൈവമേ, എന്നെ സഹായിക്കണമേ, ജീവൻ തിരിച്ചു നൽകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കരുണയുള്ളവനാണ്. അവൻ കരുണ വർഷിക്കും. ദൈവത്തിൻ്റെ കരുണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. രോഗാവസ്ഥയിലായിരിക്കുന്നവരെ, മരണാസനയിലായിരിക്കുന്നവരെ, അപകടത്തിൻ്റെ പേരിൽ, വിവിധ രോഗങ്ങളുടെ പേരിൽ മരണത്തെ മുഖാമുഖം കാണുന്ന വ്യക്തികളുടെ മേലെല്ലാം ദൈവത്തിൻ്റെ കൃപ ചൊരിയുവാനും പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കാനും ഇടവരുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അമ്മയെ ആശ്രയമാതാവേ, എല്ലാ രോഗികൾക്കും വേണ്ടി, മരണാസന്നരായിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകമായി മാധ്യസ്ഥം വഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.